ഇതൊരു ഓഡിയോ ആണ്, ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങളും കേട്ടോ, ലിസൺ ടു ഇറ്റ് കെയർഫുള്ളി. ഒരു കാലത്ത് റഷ്യൻ നോവലുകൾ അങ്ങയെ സ്വാധീനിച്ചിട്ടുണ്ടോ? ആ കാലത്താണോ തോട്ടിയുടെ മകൻ, രണ്ടിടങ്ങഴി? ഏതാണ്ട് ആ കാലം കൂടെ ആ കാലഘട്ടത്തിലാണെന്ന് പറയാം. അതായത് എന്നെ വളരെ കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത് സോവിയറ്റ് നോവലുകൾ അല്ല. ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഏത് എഴുത്തുകാരനെയാണ് ഇവിടെ അഭിമുഖം ചെയ്യുന്നത്? യെസ്, കൈയൊന്നും പൊക്കണ്ട, പറഞ്ഞാൽ മതി. തകഴി ശിവശങ്കരപിള്ള. തകഴിയാണോ പറഞ്ഞേക്കുന്നത്? അതാണെന്നാണോ വിനയ് വിചാരിച്ചു വെച്ചേക്കണേ? അങ്ങനെയാണ്, അത് ശരിയാണ് വിനയ്. ഒന്നുകൂടെ ഒന്ന് പ്രസിദ്ധ അല്ല എന്ന് പറഞ്ഞത്. രണ്ടിടങ്ങഴി, തോട്ടിയുടെ മകൻ എന്നൊക്കെ പറഞ്ഞു കേട്ടുമ്പോൾ തന്നെ നമുക്കറിയാം. ഒരു പക്ഷെ ശബ്ദം നമുക്ക് അത്ര വെരിഫൈ ചെയ്ത് അറിയില്ലെങ്കിൽ കൂടി കണ്ടിട്ടുണ്ട്. അതില് ഇന്റർവ്യൂ ചെയ്തത് ആരെന്നറിയാമോ? ഇന്റർവ്യൂ ചെയ്തത് അത് കമലാ സുരയ്യയാണ് ഇന്റർവ്യൂ ചെയ്തത്. അപ്പോ ബ്യൂട്ടിഫുൾ. ഇനി നമ്മുടെ ഗെയിമിലോട്ട് കിടക്കട്ടെ. ടാസ്ക് എന്താണെന്ന് പറയാൻ മീനാക്ഷി. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ റൗണ്ടിലെ ആദ്യത്തെ ടാസ്കിലേക്കാണ് നമ്മളിപ്പോ പോവാൻ പോകുന്നത്. ഈ ടേബിളിന്റെ അറ്റത്തായിട്ട് 3 കപ്സ് ഇതാ ഇങ്ങനെയുണ്ട്, ആൻഡ് ഒരു ബൗൾ ഫുൾ ഓഫ് ബോൾസും ഉണ്ട്. ഒരു പന്തെടുക്കുക, ഇങ്ങനെ ഉരുട്ടി വിടുക. അപ്പൊ അതിങ്ങനെ ആ കപ്പിൽ പോയിട്ട് അപ്പൊ അത് അങ്ങനെ ആ കപ്പിൽ പോയിട്ട് പാടില്ല എന്നും കൂടി പറഞ്ഞു കൊടുക്കും. ഞാനിപ്പോ കൈ വെച്ച് തട്ടിയിട്ടു ഒരു എക്സാമ്പിൾ കാണിക്കാൻ. പക്ഷെ നിങ്ങളുടെ ബോൾ തന്നെ പോയിട്ട് വീഴണം. അങ്ങനെ 2 ബോൾ വീട് കഴിഞ്ഞാൽ ടാസ്ക് തീരും. ടാസ്ക് തീർന്നതിന് ശേഷം പിട്ടാപ്പള്ളി ഏജൻസീസ് തരുന്ന റെഡ് റിബണിൽ കെട്ടിയിട്ടുള്ള മാക്സിമം ഗിഫ്റ്റുകൾ എടുത്ത് നിലവറ അടയ്ക്കുന്നതിന് മുമ്പ് പുറത്തേക്ക് കടക്കാം. സോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനും ഗിഫ്റ്റ് എടുത്ത് പുറത്തേക്ക് കടക്കാനും യു വിൽ ഹാവ് 45 seconds. ഞാൻ പോവാം. ചെരുപ്പൊക്കെ ഊരിയിട്ട് ഒന്ന് റെഡി ആയിക്കോ. ഓക്കെ, റെഡി. ഓടൂ, വാരൂ, നേടൂ. ഓടി 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 വാ. 2 ബോൾ ഇട്ടാ മതി. വെരി ഗുഡ്. ഓ ഓ കുഴപ്പമില്ല കുഴപ്പമില്ല. വെരി ഗുഡ്. മാക്സിമം ഗിഫ്റ്റ് എടുക്കാം. ടൈം ഉണ്ട്. മാക്സിമം ഗിഫ്റ്റ് എടുക്കാം. 10 seconds. 9, 8. സൂപ്പർ. യോ, സത്യം പറയണം, വീട് റെഡിയായി വന്നുവല്ലേ? നേരത്തെ അവിടെ ചെന്ന് നോക്കി വെച്ചെടുത്തതുപോലെയാണല്ലോ. നോക്കിയതൊന്നും എടുക്കാൻ പറ്റിയില്ല. ചെറിയ നിരാശ. ഒരു നോൺ സ്റ്റിക് ഫ്രൈ പാൻ. ഇതൊരു മറ്റേ റൈസ് കുക്കറാ. റൈസ് കുക്കർ. ആൻഡ് ദിസ് ഇസ് ഇതാണ് ഇലക്ട്രിക് ടൈമർ കുക്കർ വാമർ. റൈസും എല്ലാം കുക്ക് ചെയ്യാൻ പറ്റുന്ന, ഇഡ്ഡലിയൊക്കെ കുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം. അടിപൊളി. അല്ല, ഇതൊരു തീരുമാനം എടുക്കണം. ഇലക്ട്രിക് ആരെടുക്കും, മാനുവൽ ആരെടുക്കും? കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.